നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കേരള ചരിത്രത്തിൻ്റെ ഇതിഹാസ ഏടുകളിൽ വീരയോദ്ധാക്കളുടെ കഥകൾ ഉറങ്ങുന്ന നാടാണ് കടത്തനാട്. കളരി പരമ്പരയുടെ തറവാട്ടു മഹിമയിൽ കടത്തനാട് എന്നും കീർത്തി മുദ്ര പതിപ്പിച്ച് നിലകൊള്ളുമ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി ആർദ്രസ്നേഹത്തിൻ്റെ ക്രിസ്തീയ കാഴ്ചപ്പാടുകളുമായി ഇവിടേക്ക് കടന്നു വന്നവർ പിന്നെ വിശ്വാസത്തിൻ്റെ തീനാമ്പുകൾ പകർന്നു പടർത്തുകയായിരുന്നു. കടൽക്കരയുടെ ചെറുപട്ടണമായ വടകരയുടെ ഹൃദയഭാഗത്ത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവം പൂണ്ട് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. വിശ്വാസയോഗ്യമായ ഒരു കാലത്തെ വാർത്തെടുത്തുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ കൊയറിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2 വർഷമായി കൊയറിൻ്റെ ആനിമേറ്ററായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നു. ഞങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു കൊയറാണുള്ളത്. ഞങ്ങൾ കൊയറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ളവർ തിരുവാല സഖ്യമായിട്ടും അവരെ ജൂനിയേഴ്സ് എന്ന് വിളിക്കുന്നു. ജൂനിയേഴ്സ്, സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ്, ഇങ്ങനെ ഇടവകയിലെ സമൂഹത്തിനെ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ഞങ്ങൾ ഓരോ ഞായറാഴ്ചയും അവർക്ക് ചാൻസ് കൊടുക്കുന്നു. അത് ഫസ്റ്റ് സൺഡേ തിരുവാല സഖ്യവും, സെക്കൻഡ് സൺഡേ സീനിയേഴ്സും, അത് 8 മുതൽ 12 വരെയുള്ള കുട്ടികളും, പിന്നെ മതബോധന അധ്യാപകർ, സൂപ്പർ സീനിയേഴ്സ്, അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നു. പോരാതെ ഇടവക തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾ ഗായക സംഘം ഒത്തൊരുമിച്ച് നല്ല പാട്ടുകൾ പാടി ഞങ്ങളുടെ ആരാധനാക്രമത്തിന് കൂടുതൽ ഭക്തി നിർഭരമാക്കി തീർക്കുന്നു. പിന്നെ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഞങ്ങളുടെ വികാരിയച്ഛൻ അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു. മാനവകുലത്തിന്റെ രക്ഷകനായി വെൺമേഘത്തേരിൽ നീലാകാശക്കോണിൽ വന്നണഞ്ഞ ഈശോ മിശിഹായെ തപ്പുകൊട്ടിയും കിന്നരമീട്ടിയും വാനത്തിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളായ പൂക്കളും പൂമ്പാറ്റുകളോടും ഒത്ത് വരവേൽക്കുകയാണ് ഈ കുരുന്നുകൾ. നീലാകാശക്കോണിൽ തൂവൺമേഘത്തേരി ആഗതനാകും മിശിഹാനാഥന സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകീടാം. നീലാകാശത്തോണിൽ തൂവൺമേഘത്തേരി ആഗതനാകും മിശിഹാനാഥനു സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം.
അഖിലഗീതികളാൽ ഒന്നായി ചേർന്നിടുവിൻ. ഉന്നതനീശൻ നിത്യമഹോന്നതനേശു മഹേശനവൻ, മണ്ണിൽ മാനവരക്ഷയൊരുക്കാൻ ജീവൻ നൽകിയവൻ. നീലാകാശത്തോണിൽ തൂവെൺമേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. നിറയെ കണ്ണുകൾ ചിങ്ങും പൂവുകളെ പൂമ്പാറ്റകളെ തെളിവാനിൽ പാറി നടക്കും കുഞ്ഞിപ്പറവകളെ ഭൂവാസികളെ മഞ്ഞണി വെയിലെ പകലുകളെ പൂമ്പുലരികളെ തൂമഞ്ഞിൻ കൂടെ നടക്കും കാറ്റെ പൂങ്കുളിരെ ആരാധിച്ചിടുവിൻ പാടി നമിച്ചിടുവിൻ തിരുമൊഴി കേട്ടിടുവാൻ കാതുകളോർത്തിടുവിൻ എന്നും നമ്മെ കാത്തുഭരിക്കും പാലകനവനല്ലോ സത്യവെളിച്ചം പകരാൻ വഴിയിൽ വചന വിളക്കല്ലോ നീലാകാശത്തോടിൽ തൂവെൺമേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകീടാം നീലാകാശത്തോണി തൂവെൺമേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 85ഓളം കുടുംബങ്ങളാണുള്ളത്. നമ്മുടെ ഇവിടെയുള്ള ഇടവക്കാർ മുഴുവനും പുറമേ നിന്ന് വന്ന് ഇവിടെ കുടിയേറി പാർത്ത ആളുകളായിരുന്നു. ഇവിടുത്തെ ആരാധനക്രമങ്ങളും എല്ലാം നമ്മളിപ്പോഴത്തെ സജീവച്ചൻ്റെ ഒരുപാട് നന്മയുടെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ അച്ഛൻ്റെ എല്ലാവിധ സഹകരണത്തോടും കൂടി ഇവിടെ ഒരു ദൈവീയ വിശ്വാസമുള്ള കുടുംബങ്ങളാണുള്ളത്. അവർക്ക് വേണ്ടി എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നത് നമ്മുടെ വികാരി അച്ഛനാണ്. ദൈവസ്നേഹത്തിൻ്റെയും അവിടുത്തെ മഹത്തായ പ്രത്യാഗമനത്തിൻ്റെയും പ്രത്യാശ ഉള്ളിൽ നിറയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, കരുണയുടെ, ആർദ്രതയുടെ സമഞ്ജസമായ ഭാവങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന നൃത്തച്ചുവടുകളുമായി സർവേശ്വരൻ്റെ പാതാരവിന്ദങ്ങളെ നമിച്ചുകൊണ്ട് ഏഞ്ചൽ റോസ് അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തം. സൃഷ്ടിക്കു മുൻപേ ജലത്തിനുമീതേ ചലിച്ചിരുന്ന ആത്മാവേ പുതു സൃഷ്ടിയാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി
ചലിച്ചിരുന്നാത്മാവേ പുതു സൃഷ്ടിയാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. സ്നേഹത്തിനാത്മാവേ, ക്ഷമയുടെ പൊന്നാത്മാവേ, ആനന്ദത്തിനാത്മാവേ, നമോ നമഃ. സ്നേഹത്തിനാത്മാവേ, ക്ഷമയുടെ പൊന്നാത്മാവേ, ആനന്ദത്തിനാത്മാവേ, നമോ നമഃ. പരിത്രാണകാലേ കന്യകാമേരിയിൽ ആവസിച്ചാത്മാവേ രക്ഷയിലാഴുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി പരിത്രാണകാലേ കന്യകമേരിയിൽ ആവസിച്ചാത്മാവേ രക്ഷയിലാഴുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. ദയയുടെ ദിവ്യാത്മാവേ, നന്മതൻ പൊന്നാത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, നമോ നമഃ. ദയയുടെ ദിവ്യാത്മാവേ, നന്മതൻ പൊന്നാത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, നമോ നമഃ. പെന്തക്കുസ്താദിനം സെഹിയോനിൽ ശ്ലീഹരെ ജ്വലിപ്പിച്ചൊരാത്മാവേ പ്രേഷിതനാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. പെന്തക്കുസ്താദിനം സെഹിയോനിൽ ശ്ലീഹരെ ജ്വലിപ്പിച്ചൊരാത്മാവേ പ്രേഷിതനാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. ശാന്തിതന്നാത്മാവേ, സൗമ്യതയുടെ ആത്മാവേ, സംയമനത്തിനാത്മാവേ,
നന്മ തന്നെയായ ദൈവത്തിനെതിരെ തിന്മയുടെ അട്ടഹാസം മുഴക്കി ദൈവവിശ്വാസത്തെ കാറ്റിൽ പരത്തിയ ഒരു ശാപജനതയുടെ കഥ പറയുന്നു സ്റ്റീവ മരിയ. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നന്മ തന്നെയായി ദൈവത്തിനെതിരെ തിന്മയുടെ അട്ടഹാസം മുഴക്കിയ ഒരു ശാപജനതയുടെ കഥ. നിങ്ങളുടെ ഇവരുടെയും അനുഗ്രഹാശസ്സുകളോടെ ഈ എളിയ കലാസൃഷ്ടി ഞാൻ സവിനയം കാഴ്ചവെക്കുന്നു. സോദോം ഗൊമോറ. ആകാശം ചെമ്പട്ടണിഞ്ഞു, രാപ്പാടി ഗീതങ്ങൾ മൂളി, രാവിൽ മറവിന്നൊരുങ്ങി. മനോഹരമായൊരു സായം സന്ധ്യ. ആഴിയും ആകാശവും ചുവന്ന പട്ടണി നിൽക്കുന്നു. രാപ്പാടികളുടെ സംഗീതം ഭൂമിയിലെങ്ങും മുഴങ്ങി. പകലിന് വിശ്രമം നൽകിക്കൊണ്ട് രാത്രിക്ക് ജന്മം നൽകുന്ന സന്ധ്യ. ഈ സന്ധ്യയിൽ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹത്തിന്റെ കൊച്ചു കൂടാരത്തിലേക്ക് 2 ദേവദൂതന്മാർ കടന്നു വന്നു. എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്നത് പോലെ അവരുടെ വദനം മ്ലാനമായിരുന്നു. മുഖവര കൂടാതെ അവർ അബ്രഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ധർമ്മം നശിക്കുന്നു, ധർമ്മം പെരുകുന്നു, ദൈവമേ തൊട്ടും ക്ഷമിക്കുകയില്ല. നന്മകൾ ചെയ്യാതെ തിന്മ പെരുകിയ ദൈവമേ നാടിനെ ഭസ്മമാക്കും. താൻ എന്നും അഭിമാനത്തോടെ സ്മരിക്കുന്ന ജന്മഭൂമിക്ക് നാശം സംഭവിക്കാൻ പോകുന്നു. ഒരു നിമിഷം അബ്രഹാം സ്തബ്ധനായിപ്പോയി. അതിരങ്ങൾ വിറച്ചു. ചോദ്യരൂപേണ അബ്രഹാം ദേവദൂതന്മാരെ നോക്കി. പോലെ ശരരാന്തൽ വീണു തകരുന്ന പോലെ ഉടയുന്ന കളിമൺ തളികയെ പോലെ നശിക്കും മറയുമീ നഗരങ്ങൾ രണ്ടും. നീലാകാശം പിളർന്നിറങ്ങുന്ന ഘോരാഗ്നിയിൽ ഈ നഗരങ്ങൾ രണ്ടും വെന്തു വെണ്ണീറാക്കും. ആകാശത്തു നിന്ന് പെയ്തിറങ്ങുന്ന ഗന്ധത്താൽ സർവ്വജീവജാലങ്ങളും ശ്വാസം മുട്ടി ഭരിക്കും. അബ്രഹാം ദൈവസന്നിധിയിൽ യാചിച്ചു. അറിയാതെയോ ഈ നഗരവാസികൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് നിത്യനാശത്തിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. ഇവർക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് വാക്കു തരുന്നു. തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് അങ്ങിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരാം. എന്നാൽ അബ്രഹത്തിന്റെ ആത്മവിലാപം ദൈവത്തിന്റെ കണ്ണു തുറപ്പിച്ചില്ല. അദ്ദേഹം ദൈവസന്നിധിയിൽ വീണ്ടും വീണ്ടും നിവേദനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. പേരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ ദൈവമേ നാശം വിതയ്ക്കരുതേ. പശ്ചാത്തപിക്കുന്ന പാപികളുണ്ടെങ്കിൽ ദൈവമേ ശാപം ചൊരിയരുതേ. പിതാവേ, നീതിമാന്മാരായ 100 പേരെ ഞാൻ അങ്ങേക്കു തരാം. അവരെ ഓർത്ത് അങ്ങീ നഗരങ്ങളെ നശിപ്പിക്കരുത്. സർവസൃഷ്ടികളുടെയും നാഥനായ ദൈവം അബ്രഹത്തിന്റെ പ്രാർത്ഥന കേട്ടു. സോദോം ഗൊമോറ എന്നീ നഗരങ്ങളിൽ അധിവസിക്കുന്ന നീതിമാന്മാർക്ക് വേണ്ടി ദൈവം കാത്തിരുന്നു. എന്നാൽ അബ്രഹത്തിന്റെ വാക്കുകൾ വെറും വനരോധനങ്ങളായി തീർന്നു.
സമ്പന്നതയുടെ ആർഭാടത്തിലും സുഖലോലുപതയിലും മുഴുകിക്കഴിഞ്ഞ ആ ജനം അദ്ദേഹത്തെ പരിഹസിച്ചു. വ്യാജപ്രവാചക സാരോപദേശങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കു നേരമില്ല. ജീവിതം താങ്കൾക്കു വ്യക്തമായി തോന്നെങ്കിൽ പോവുക, പോയി തപസ്സിരിക്കൂ. ഏടോ കള്ളപ്രവാചക, തന്റെ ഉപദേശങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. വൃദ്ധനായി തനിക്ക് ജീവിതം മടുത്തെന്ന് തോന്നും, പക്ഷേ ഞങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ്. അബ്രഹാം അവഹേളിതനായി മടങ്ങി. മനുഷ്യരൂപങ്ങളാണ്, പക്ഷേ മാനസം കല്ലുകൊണ്ടാണ്. ഇല്ല, കഴിയില്ലെനിക്ക് മണ്ണിൻ്റെ കണ്ണുനീരൊപ്പാൻ. എന്റെ ശ്രമം വിഫലമായി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു പിതാവേ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അകലെ ആ കൊച്ചു ഗ്രാമീണ പാതയിൽ നഗരദീപം കരിന്തിരി കത്തുന്നു. ക്ഷണിതമാം ചെറുജ്വാലയിൽ മിഴിനട്ടു ഗണിതമാനസനായിരുന്ന അബ്രഹാം. എല്ലാം നശിച്ചു വെണ്ണീരാകാൻ പോകുന്നു. നാളെ ഈ തെരുവ് ദീപത്തിന്റെ നാളങ്ങൾ തെളിയുകയില്ല. നാളെ ഈ മണ്ണിൽ ഒരു വാനം പാടി പോലും പാടുകയില്ല. നാടിനെ ഗ്രസിക്കുവാൻ പോകുന്ന കൊടിയ വിപത്തിനെ ഓർത്ത് അബ്രഹാം ഹൃദയം നുറങ്ങിക്കരഞ്ഞു. എഴുതിവൻ പലകയിൽ അവസാന വിധിവാചകം, ശാപാഗ്നിയിൽ നീറി നഗരങ്ങളെരിയട്ടെ. ദൈവം ദുഷ്ടരായ സോദോം ഗൊമോറ നിവാസികളെ നിഗ്രഹിക്കുവാൻ വിധിവാചകം എഴുതി. എന്നാൽ സോദോം ഗൊമോറ എന്നീ നഗരങ്ങളിൽ ദൈവഹിതത്തിന് ഒത്തുജീവിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു. അബ്രഹത്തിന്റെ സഹോദരനായ ലോത്തും ഭാര്യയും മക്കളുമായിരുന്നു അവർ. വരാൻ പോകുന്ന കൊടിയ വിപത്തിൽ നിന്നും ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനായി അവരുടെ അടുത്തേക്ക് അവിടുന്ന് മാലാഖമാരെ അയച്ചു. ലോത്തിന്റെ ഭവനത്തിലെത്തിയ മാലാഖമാർ ഇങ്ങനെ പറഞ്ഞു: ദുരന്തം വിഴുങ്ങും ഈ മണ്ണിൽ, ആർത്തനാദങ്ങളെങ്ങും മുഴങ്ങും. തിരിഞ്ഞു നോക്കിയിടല്ലേ നിങ്ങൾ, ഘോര ശാപം ഗ്രസിക്കുന്ന ഭൂവിൽ. കോപിഷ്ഠനായ ദൈവം തീയും ഗന്ധകവും ഇറക്കി ദുഷ്ടരായ സോദോം ഗൊമോറ നിവാസികളെ നിഗ്രഹിക്കുവാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ നഗരം വിട്ട് പലായനം ചെയ്യും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്: പരിത്യജിച്ച ആ നഗരത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന യഹോവയുടെ കൽപ്പനയാണ്. അധികം താമസിയാതെ ലോത്തും കുടുംബവും കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് നഗരം വിട്ടോളാൻ തുടങ്ങി. അവർ സോദോമിനെയും ഗൊമോരയുടെയും അതിർത്തികൾ പിന്നിട്ടപ്പോൾ അണ്ടകടാഹം വിറച്ചു, അലതല്ലിയാഴി കരഞ്ഞു. ആകാശമേലാപ്പിൽ നിന്നും അഗ്നി വർഷിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് പിറകിൽ സംഭവിക്കുന്നത്? ലോത്തിന്റെ ഭാര്യയുടെ മനസ്സിൽ അതിയായ ഉത്കണ്ഠ വർദ്ധിച്ചു. അതിവേഗം ഓടിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ നിന്നും അവൾ മാത്രം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. ക്ഷണ നേരം കൊണ്ട് കല്ലിൽ കൊത്തിയ പ്രതിമ പോലെ, ചേതനേറ്റ ജനം പോലെ ഉറപ്പുതൂണായി അവൾ നിശ്ചലം നിന്നു. ലോത്തും മക്കളും ദൈവകൽപ്പന അനുസരിച്ചാൽ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. സോദോം ഗൊമോറ എന്നീ നഗരങ്ങളുടെ സീമകൾക്കപ്പുറം നിന്നുകൊണ്ട് അബ്രഹാം ആ നഗരങ്ങളുടെ ദുരന്തം കണ്ട് കണ്ണുനീരൊഴുക്കി. അദ്ദേഹം ആത്മഗതം ചെയ്തു. കരയും കാറ്റേ, കടലൂര കാറ്റേ, ജനിമൃതികളറിഞ്ഞു നീ ചുടുകണ്ണീർ കാറ്റേ. കരളുരുകി കരയും
ഹൃദയത്തെ കാഞ്ഞടിക്കുന്ന ചൂടുള്ള കാറ്റ്. ജനന മരണങ്ങൾ അതറിയുന്നില്ല. വിരഹ ദുഃഖങ്ങളുടെയും വേർപാടിന്റെയും വിങ്ങലുകൾ അതിനറിഞ്ഞുകൂടാ. സോദോം ഗൊമോറ എന്നീ നഗരാവശിഷ്ടങ്ങൾ അഴിഞ്ഞുകൂടിയ ചാവുകടലും അതിന്റെ തീരത്ത് നിൽക്കുന്ന ഉപ്പുതൂണും കഴിഞ്ഞുപോയ ദുരന്തകഥയുടെ മൂകസാക്ഷികളായി വിശ്വാസം ത്യജിച്ച ഒരു ജനതയുടെ ശാപസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സോദോം ഗൊമോറ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.